ഞാൻ ഒരു സമുദായത്തിനെതിരല്ല. പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെയും പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്തെടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ള പറയും. അവർ 24 മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആണ് എന്നെ ജാതിക്കോപരമായി പറയുന്നു. നിങ്ങൾ ആലോചിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ സമുദായം, ഞാൻ നേതാവാണ്, 30 കൊല്ലം നിങ്ങൾ എന്നെ സഹിച്ചു. നിങ്ങൾ എങ്ങനെ സഹിച്ചു? കാരണം നിങ്ങൾ എനിക്ക് ഒരു കസേര തന്നു, ആ കസേരയിൽ ഞാൻ ഇരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഇരുന്ന് പലർക്കും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് മറ്റ് കസേരയിലേക്ക് കയറാനുള്ള താല്പര്യമായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ തന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് എന്നെ ഇരുത്തിയ സമുദായത്തിന് വേണ്ടി പറയുക, അതിനുവേണ്ടി പ്രതിജ്ഞാപരമായ പ്രവർത്തനങ്ങൾ എടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അതിനപ്പുറത്തൊരു കസേരയിലേക്ക് ഞാൻ ആഗ്രഹിച്ചില്ല. നമ്മുടെ പൂർവികരായ പലരും കസേരയിൽ നിന്ന് SNDP യോഗത്തിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് മറ്റ് കസേരയിലേക്ക് പോകാനുള്ള രാഷ്ട്രീയ മോഹങ്ങൾ. എനിക്കൊരു രാഷ്ട്രീയ മോഹമില്ല. ഇപ്പൊ 88ആയി, ഒരു മാസം കഴിയുമ്പോൾ 89ആയി. ഇത്രയും കാലം ജീവിക്കാൻ സാധിച്ചത് തന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകും. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ 56-ാമത്തെ വയസ്സ് മരിച്ചുപോയില്ലേ? എൻ്റെ നേരെ മൂത്തവങ്ങൾ മരിച്ചിട്ട് എത്ര നാളായി? അങ്ങനെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ 10 പ്രസവിച്ച് 12 മക്കൾ, 2 ഡബിൾ അടിച്ച്, അങ്ങനെ 12 മക്കളുള്ള ഇന്ന് 6 ആണും 6 പെണ്ണും ഉള്ളപ്പോൾ ഞാൻ ഒറ്റാളെ ഇന്നുള്ളൂ ആളായിട്ട്. ബാക്കിയെല്ലാം തീർന്നുപോയി. അപ്പം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന, ഞാൻ ചെയ്ത നന്മയുടെ പേരിൽ പാവങ്ങൾ നടത്തിയ പ്രാർത്ഥനകൾ കൊണ്ടാണ് എനിക്ക് വരാനും പറയാനും സാധിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, പണക്കാർക്ക് വേണ്ടി നിൽക്കുന്നവരല്ല. അതുകൊണ്ട് ഒരു പണക്കാരനും നമ്മളോട് ഇഷ്ടവുമല്ല. അവരുടെ ഇഷ്ടവും അനിഷ്ടവും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ സെൻസസ് എടുക്കണം, ജാതി സെൻസസ് എടുക്കണം എന്ന് ഞാൻ പറയുമ്പോൾ, സാമൂഹ്യ സാമ്പത്തിക സർവേ കൂടെ എടുക്കണം എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് എൻ്റെ കാരണം? ഓരോ സമുദായം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വ്യവസായപരമായും എല്ലാം ഇവിടെ നിൽക്കുന്നു എന്നോട് അറിയണം. ജാതി സെൻസസിനോടുകൂടി എന്തെന്ന് പറയുന്നു ചോദിച്ചാൽ അതെടുത്താൽ ഇവിടുത്തെ ശരിയായ മുഖം ഓരോ സമുദായം എവിടെ നിൽക്കുന്നു? സംഘടിത വോട്ട് ബാങ്കായി നിൽക്കുന്ന സമുദായങ്ങൾ വളർന്ന് പന്തലിച്ച് പന പോലെ അവർ വളർന്നപ്പോൾ അസംഘടിതമായി നിന്ന ഈ യുവസമുദായം തളർന്ന് തലകുത്തി താഴെ കിടക്കുകയാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക സർവേ കൂടെ എടുക്കണം. വേറൊന്നും വേണ്ട. ഇവിടെ വീടില്ല. ആർക്കാണ് കേരളത്തിൽ വീടില്ലാത്തത്? ഇരുപരാതി പിന്നോക്ക സമുദായത്തിനാണ് മഹാഭൂരിപക്ഷത്തിന് വീടില്ലാത്തത്. ഇവിടെ ടൗണായിട്ട് പോലും 2.5 സെന്റ് താമസിക്കുന്ന ആളുണ്ട്. നിങ്ങളുടെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സഹായിക്കാറുള്ളത്. എൻ്റെ കടമ എന്താണ്? ഇല്ലാത്തവരെ സഹായിക്കാം, ഉള്ളവരെ സഹായിക്കാനല്ല എൻ്റെ ജോലി. ഇല്ലാത്തവരെ സഹായിക്കാം. അവരെന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാൻ പൈസ കൊടുത്തു. ഇനിയും നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. വീടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇനിയും വീട് വയ്ക്കാൻ. മാത്രമല്ല, രോഗത്തിൻ്റെ കാര്യം പറഞ്ഞു. രോഗത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകളായാലും പുരുഷന്മാരാർക്കും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ അവശത അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള ആരെവിടെയാണ് നമ്മൾ കാണുന്നത്. ഇവരുടെ രക്ഷകനാണ് എന്ന് ഞാൻ. അതാണ് എൻ്റെ കർമ്മവും എൻ്റെ ധർമ്മവും.